ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. അധ്യായം 6 ധ്യാനയോഗം. ശ്ലോകം 16. നാത്യശ്നതസ്തു യോഗോസ്തി ന ചൈകാന്തമനശ്നതഃ ന ചാതി സ്വപ്നശീലസ്യ ജാഗ്രതോ നൈവ ചാർജുന. വിവർത്തനം. അർജുന, വളരെ കുറച്ചു മാത്രം ഭക്ഷിക്കുന്നവർക്കും ഏറെ ഭക്ഷിക്കുന്നവർക്കും ഉറക്കമില്ലാത്തവർക്കും വേണ്ടതിലേറെ ഉറങ്ങുന്നവർക്കും യോഗിയാവാൻ കഴിയില്ല. ഭാവാർത്ഥം: യോഗിക്കാവശ്യമായ ഭക്ഷണത്തിൻ്റെയും നിദ്രയുടെയും ക്രമങ്ങളെപ്പറ്റി ഇനി പ്രസ്താവിക്കുന്നു. ഏറെ ഭക്ഷിക്കുകയെന്നാൽ ശരീരത്തെയും ജീവനെയും ഒരുമിച്ച് നിർത്താൻ ആവശ്യമുള്ളതിലധികം ഭക്ഷിക്കുക എന്നർത്ഥം. ധാന്യങ്ങളും പച്ചക്കറികളും പഴങ്ങളും പാലും ധാരാളം കിട്ടാനുള്ളപ്പോൾ മനുഷ്യന് ജന്തുക്കളെ ഭക്ഷിക്കേണ്ട ആവശ്യമേയില്ല. മുൻപറഞ്ഞ ധാന്യാദികളായ ലഘുവായ ആഹാരപദാർത്ഥങ്ങളെയാണ് ഭഗവത്ഗീത സാത്വികങ്ങളായി കണക്കാക്കുന്നത്. തമോ ഗുണത്തിലുള്ളവരുടെ ഭക്ഷണമാണ് മാംസം. അതിനാൽ മാംസഭോജനം, മദ്യപാനം, പുകവലി, കൃഷ്ണാർപ്പണം ചെയ്യാതെയുള്ള ഭക്ഷണം എന്നിവ മലിന പദാർത്ഥങ്ങൾ ഉപയോഗിച്ചാലുണ്ടാകുന്ന ദോഷഫലങ്ങൾ ഉളവാക്കും. ഭുഞ്ചതേ തേത്വകം പാപയേ പചന്ത്യാത്മ കാരണാത്. കൃഷ്ണന് നിവേദിക്കാതെ തനിക്ക് വേണ്ടി ആഹാരം ഉണ്ടാക്കുകയും ഇന്ദ്രിയ സുഖത്തിനായി ഭക്ഷിക്കുകയും ചെയ്യുന്നവൻ പാപമാണ് ഭുജിക്കുന്നത്. പാപം ഭുജിക്കുകയോ തനിക്കുള്ള ഓഹരിയിൽ കവിഞ്ഞ് ഭക്ഷിക്കുകയോ ചെയ്യുന്നവന് യോഗാനുഷ്ഠാനത്തിൽ മികവു നേടാനാവില്ല. കൃഷ്ണന് നിവേദിച്ചതിൻ്റെ ഉച്ഛിഷ്ടം മാത്രം ഭക്ഷിക്കുന്നതാണ് ഉത്തമം. കൃഷ്ണാവബോധമുള്ളവർ ആദ്യമായി കൃഷ്ണന് നിവേദിച്ച ശേഷമേ ആഹാരമെന്തും ഉപയോഗിക്കുകയുള്ളൂ. അതിനാൽ കൃഷ്ണാവബോധവാന് മാത്രമേ യോഗത്തിൽ പൂർണ്ണത നേടാൻ സാധിക്കൂ. കൃത്രിമമായി ആഹാരം ഉപേക്ഷിക്കുകയും സ്വന്തമായി സൃഷ്ടിച്ച ഉപവാസ ചടങ്ങുകളും യോഗാഭ്യാസവും അനുഷ്ഠിക്കുകയും ചെയ്തതുകൊണ്ട് ഒരാൾക്ക് യോഗ പരിപൂർണത നേടാനാവില്ല. കൃഷ്ണാവബോധമുദിച്ച ഒരാൾ ധർമ്മശാസ്ത്ര പ്രോക്തങ്ങളായ ഉപവാസങ്ങൾ അനുഷ്ഠിക്കുകയോ ആവശ്യമില്ലാതെ ഉപവസിക്കുകയോ ഏറെ ഭക്ഷണം കഴിക്കുകയോ ചെയ്യില്ല. അങ്ങനെയാണ് ഒരാൾ യോഗ പരിശീലനത്തിന് കഴിവ് നേടുന്നത്. ഏറെ ഭക്ഷിക്കുന്നവൻ ഉറക്കത്തിൽ അധികം സ്വപ്നങ്ങൾ കാണും. തന്മൂലം വേണ്ടതിലേറെ ഉറങ്ങുകയും ചെയ്യും. ദിവസത്തിൽ 6 മണിക്കൂറിലധികം ആരും ഉറങ്ങേണ്ടതില്ല. 24 മണിക്കൂറിൽ 6 മണിക്കൂറിലധികം ഉറങ്ങുന്ന ആൾ തീർച്ചയായും തമോ ഗുണത്തിൻ്റെ സ്വാധീനതയിലാണ് കഴിയുന്നത്. അലസനും നിദ്രാലുവുമാകയാൽ തമോ ഗുണബാധിതനായ ഒരാൾക്ക് യോഗാ പരിശീലനത്തിന് കഴിയുകയില്ല. ശ്ലോകം 17. യുക്താഹാരവിഹാരസ്യ യുക്തചേഷ്ടസ്യ കർമ്മസു യുക്തസ്വപ്നാവബോധസ്യ യോഗോ ഭവതി ദുഃഖഃ. വിവർത്തനം. ആഹാരം, നിദ്ര, വിഹാരം, പ്രവൃത്തി എന്നിവയിൽ നിയന്ത്രണം പാലിക്കുന്നവന് യോഗാ പരിശീലനം കൊണ്ട് സർവ്വദുഃഖങ്ങളും അകറ്റാൻ കഴിയും. ഭാവാർത്ഥം: ഭക്ഷണം, ഉറക്കം, പ്രതിരോധം, ലൈംഗിക വീഴ്ച എന്നീ ശാരീരിക ആവശ്യങ്ങൾ അമിതമായാൽ യോഗ പരിശീലന പുരോഗതിക്ക് വിഘ്നം ചെയ്യും. ഭക്ഷണത്തെ സംബന്ധിച്ചിടത്തോളം കൃഷ്ണപ്രസാദം മാത്രം ഭക്ഷിക്കുന്ന പതിവ് കൊണ്ടേ നിയന്ത്രണം സാധ്യമാവും. ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുള്ളതുപോലെ പച്ചക്കറികൾ, പുഷ്പങ്ങൾ, ഫലങ്ങൾ, ധാന്യങ്ങൾ, പാൽ മുതലായവ ഭഗവാന് സമർപ്പിക്കാവുന്നതാണ്. ഇങ്ങനെ കൃഷ്ണാവബോധമാർന്ന ഭക്തൻ മനുഷ്യഭോജ്യമല്ലാത്തതോ സാത്വിക ദ്രവ്യങ്ങളിൽ പെടാത്തതോ ആയ ആഹാരം ഉപയോഗിക്കാതിരിക്കുന്നതിന് തനിയെ പരിശീലിക്കുന്നു. ഇനി ഉറക്കത്തിൻ്റെ കാര്യത്തിലാവട്ടെ, കൃഷ്ണാവബോധ പ്രേരിതങ്ങളായ പ്രവൃത്തികൾ നിറവേറ്റുന്നതിൽ എപ്പോഴും ജാഗരൂകനായ അയാൾ അനാവശ്യമായി ഉറങ്ങുന്നത് വലിയൊരു സമയനഷ്ടമായിട്ടാണ് കരുതുക. അവ്യർത്ഥകാലത്വം തൻ്റെ ജീവിതത്തിൽ ഒരൊറ്റ നിമിഷം പോലും ഭഗവത് സേവനത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക എന്നത് ഭക്തന് ദുസ്സഹമത്രേ.
അതുകൊണ്ട് അയാൾ ഉറക്കം ആവുന്നത്ര കുറയ്ക്കും. ഇതിന് മാതൃകയാണ് ശ്രീല രൂപ ഗോസ്വാമി. അദ്ദേഹം ദിവസത്തിൽ 2 മണിക്കൂറിലധികം ഉറങ്ങാറുണ്ടായിരുന്നില്ല. ചിലപ്പോൾ അതും കൂടി ഒഴിവാക്കി കൃഷ്ണനെ സേവിക്കുന്നതിൽ തന്നെ മുഴുകി ആനന്ദിക്കും. ഹരിദാസ് ഠാക്കൂർ ആകട്ടെ തൻ്റെ ജപമാലയിൽ 3 ലക്ഷം തവണ കൃഷ്ണനാമം ഉച്ചരിച്ച ശേഷമേ ഓരോ ദിവസവും പ്രസാദം സ്വീകരിക്കുകയോ ഉറങ്ങുകയോ ചെയ്യാറുള്ളൂ. പ്രവൃത്തിയെ സംബന്ധിച്ച് നോക്കിയാൽ കൃഷ്ണാവബോധമാർന്ന ഒരാൾ കൃഷ്ണന്റെ താൽപ്പര്യം മുൻനിർത്തിക്കൊണ്ടുള്ള പ്രവൃത്തികളിൽ മാത്രമാണ് ഏർപ്പെടുക. അതുകൊണ്ട് ആ പ്രവൃത്തി നിയന്ത്രിതവും ഇന്ദ്രിയേച്ഛയുടെ മാലിന്യം തീണ്ടാത്തതുമായിരിക്കും. ഇന്ദ്രിയ സന്ദർപ്പണത്തിൻ്റെ പ്രശ്നമില്ലാത്തതുകൊണ്ട് അയാൾക്ക് ഭൗതിക വിശ്രമവും ആവശ്യമാകുന്നില്ല. വാക്കിലും കർമ്മത്തിലും ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുമ്പോഴും ശാരീരികമായ ഏതൊരു പ്രവർത്തനത്തിലും നിയന്ത്രണം പാലിക്കുന്നതിനാൽ അയാൾക്ക് ഭൗതിക ദുഃഖങ്ങളില്ല തന്നെ. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു.